നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തിഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 294th day. Today 65th sloka of 4th chapter. For details please see the description box. ഗീതാസ് ഭക്തിഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 294 ദിവസം. ഇന്ന് 4ാമത്തെ അധ്യായത്തിലെ 65ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായി അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ഓം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 4ാമത്തെ അധ്യായത്തിലെ 65ാമത്തെ ശ്ലോകം. നജ്ഞാതം തദ്രഹസ്യം തു കേനാഭി വിധിയോഗതാ ഗോകർണം ച സദം ദൃഷ്ട്വാ ഗോകർണം നാമ ചാകരേത്. നജ്ഞാതും തദ്രഹസ്യം തു കേനാഭി വിധിയോഗതാ ഗോകർണം ച സദം ദൃഷ്ട്വാ ഗോകർണം നാമ ചാകരോത്. സന്യാസി നൽകിയ ആ ഫലം ഭക്ഷിച്ചതുമൂലമാണ് ഈ പശുവിന് ഇങ്ങനെയൊരു സന്താനമായി ദിവ്യനായ പുത്രൻ ജനിച്ചത് എന്നുള്ളത് ആർക്കും തന്നെ ദൈവനിയോഗത്താൽ അറിഞ്ഞില്ല. അത് വിധി കൊണ്ട് ആർക്കും അറിയുവാൻ സാധിച്ചില്ല. വിധി ആരും അത് അറിയണമെന്ന് ആഗ്രഹിച്ചില്ല എന്നർത്ഥം. പശുവിൽ നിന്ന് ഉത്ഭവിച്ച ആ ബാലകന്, ദിവ്യ ബാലകൻ്റെ ചെവികൾ മാത്രം പശുവിനെ പോലെ വലുതായിരുന്നു. പശുവിൻ്റെ അതേ ചെവിയായിരുന്നു ആ ബാലനും ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആത്മദേവൻ ആ ബാലന് ഗോകർണൻ, പശുവിൻ്റെ കാതുള്ളവൻ എന്നുള്ള അർത്ഥത്തിൽ ഗോകർണൻ എന്ന് പേര് നൽകി എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. വിധിയുടെ ചെയ്തികൾ ആർക്കും അറിയാൻ കഴിയാത്തതാണ്. അതുപോലെ തന്നെ വിധി നിമിത്തം, വിധിയുടെ ദൈവ നിയോഗ നിമിത്തം, ദൈവത്തിൻ്റെ നിയോഗത്തെയാണ് നാം വിധി എന്ന് പറയുന്നത്. നമുക്ക് സംഭവിക്കുന്ന നമുക്കറിയാത്ത കാര്യങ്ങൾക്ക് നാം വിധി കൊണ്ട് എന്ന് പറഞ്ഞ് സമാധാനിക്കുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മുടെ പൂർവ്വകർമ്മങ്ങളും മറ്റുള്ള പല കാര്യങ്ങളും കൊണ്ടുള്ള ദൈവനിയോഗത്താൽ സംഭവിക്കുന്ന ആശ്ചര്യങ്ങളെയെല്ലാം തന്നെ അത് അവൻ്റെ വിധിയാണ്, വിധി ആയിരിക്കാം എന്നൊക്കെ പറഞ്ഞ് സമാധാനിക്കുകയാണ് പതിവ്. അതുമാതിരി വിധി നിയോഗത്താൽ ഈ പശുവിനുണ്ടായ സന്താനം ഫലം ഭക്ഷിച്ചത് മൂലമാണെന്ന് ആർക്കും അറിഞ്ഞില്ല. സന്യാസി നൽകിയ ദിവ്യഫലത്തിൻ്റെ ശക്തിയാണെന്ന് ആരും അറിഞ്ഞില്ല. പശുവിനെ പോലെ ചെവിയുണ്ടായ അവന് പശുവിൻ്റെ ചെവിയുള്ളവൻ എന്നുള്ള അർത്ഥത്തിൽ ഗോകർണൻ എന്ന് നാമവും ആത്മദേവൻ നൽകി എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ശ്ലോകം ഒരിക്കൽ കൂടി. നജ്ഞാത്വം തദ്രഹസ്യം തു കേനാഭി വിധിയോഗതാ ഗോകർണം ച സദം ദൃഷ്ട്വാ ഗോകർണം നാമ ചാകരോത്. ഓം ശ്രീകൃഷ്ണായ നമഃ. ഗോകർണം നാമ ചാകരോത്. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവസമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ.